നമസ്കാരം. കേരള ടെക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എഞ്ചിനീയറിംഗ് ഫാർമസിയുടെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ ആർക്കിടെക്ചറിൻ്റെ ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിച്ചു. നിങ്ങൾക്ക് കോളേജിൽ നേരിട്ട് പ്രവേശിച്ച് അഡ്മിഷൻ നേടാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇനി ഈ ഒരു രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിന് കിട്ടാത്ത കുട്ടികൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നുണ്ട്. ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാനും കോളേജുകളിലേക്ക് പ്രവേശനം നേടാനും ഒക്കെ സാധിക്കും. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഇഷ്ടമില്ലാത്തൊരു കോളേജിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നതെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് പങ്കെടുക്കാനും ഇഷ്ടപ്പെട്ട ഓപ്ഷൻസ് കൊടുത്തിട്ട് നല്ല കോളേജുകളിലേക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കും. ഈ ഒരു ടൈമിൽ നിങ്ങൾ കോളേജിൽ നേരിട്ട് ഹാജരായിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ടൈം കൂടിയാണിത്. ഇനി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയവർ മാത്രമല്ല, ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കുറച്ച് കുട്ടികൾ കാണും. ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, അവർക്ക് ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് മതി, ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിലോട്ട് പോകുന്നില്ല എന്ന് തീരുമാനമെടുത്ത കുറച്ച് കുട്ടികളുണ്ടായിരുന്നു നേരത്തെ. അവരും ഈ ഒരു ഘട്ടത്തിൽ കോളേജുകളിൽ അവർക്ക് നേരത്തെ കിട്ടിയ ആ ഒരു കോളേജുകളിൽ നേരിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ആ ഒരു കോളേജുകളിൽ നേരിട്ട് ഹാജരായിട്ട് ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ, അതിനായിട്ട് നിങ്ങൾക്ക് പ്രധാനമായിട്ടും വേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയാണ്. അത് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാം, ഡേറ്റാ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുകൂടാതെ പ്രോസ്പെക്ടസ് ക്ലോസ് 11.7.1 പ്രകാരമുള്ള മറ്റ് ഡോക്യുമെൻറ്റ്സ്, ഈ ഒരു ഡോക്യുമെൻറ്റ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ ഒരു വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കയറി ചെക്ക് ചെയ്യുക. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് വേറെ രീതിയിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണമെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് വരും. കോളേജ് സ്പെസിഫിക് ആയിട്ട് പല കോളേജുകളും പല രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് സാധാരണ രീതിയിൽ ആവശ്യപ്പെടാറുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ്, പിന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ടൈമിൽ നിങ്ങൾ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കൃത്യമായിട്ട് അറിയാനായിട്ട് നിങ്ങൾക്ക് രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ ആ ഒരു കോളേജിൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളത്. അതുമല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കോളേജിൻ്റെ ഹെൽപ്പ് ഡെസ്കിലേക്കുള്ള കോൺടാക്ട് നമ്പർ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണും, അല്ലെങ്കിൽ നെറ്റിൽ കാണും. അതിൽ വിളിച്ച് ചോദിച്ചിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുവരേണ്ടതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയവരൊക്കെ തന്നെ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. അതായത് ഫീസ് അടയ്ക്കാനുള്ള തീയതി മെൻഷൻ ചെയ്തിരിക്കുന്നത്, അതായത് എഞ്ചിനീയറിംഗ് ഫാർമസിക്കാർക്ക് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഈ വരുന്ന 27-ാം തീയതി വൈകുന്നേരം 2 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഫീസ് അടയ്ക്കണം. അതുമാത്രമല്ല 27 വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് കോളേജുകളിൽ പ്രവേശനം നേടണമെന്ന് പറഞ്ഞിട്ടുണ്ട് എഞ്ചിനീയറിംഗ് ഫാർമസിക്കാർ. ഇനി ആർക്കിടെക്ചറുകാരുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ വരുന്ന 24-ാം തീയതി വൈകുന്നേരം 2 മണിക്ക് മുമ്പായിട്ടാണ്. അതുപോലെ തന്നെ കോളേജിൽ പ്രവേശനം നേടാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ വരുന്ന 24-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ടാണ്. ഇനി ഈ ഒരു ജോയിനിങ് ഷെഡ്യൂൾ, എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചറുകാരുടെ ജോയിനിങ് ഷെഡ്യൂൾ ഓൾറെഡി സിയുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ആ ഒരു ഇൻഫർമേഷൻ ഞാൻ വേറൊരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. അപ്പോൾ അത് കാണാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഒന്നും കൊടുക്കുന്നില്ല. ആ ഒരു ജോയിനിങ് ഷെഡ്യൂളിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്ക് പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ജോയിനിങ് ഡേറ്റ്, ജോയിനിങ് ഷെഡ്യൂൾ ടൈം കാണാനായിട്ട് പറ്റും. അതനുസരിച്ചിട്ട് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഓരോ കോളേജുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഷെഡ്യൂൾ ആയിരിക്കും വെച്ചിരിക്കുന്നത്. അതറിയാനുള്ള ഏറ്റവും സിമ്പിൾ മാർഗം എന്ന് പറഞ്ഞാൽ കോളേജിനെ കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ്. കോളേജിനെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുവരേണ്ടത്, ഏത് ടൈമിലാണ് നിങ്ങളവിടെ ഹാജരാവേണ്ടതെന്ന്. ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ കോഴ്സിൻ്റെയും കാര്യങ്ങൾ അവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കും സാധാരണ രീതി. കോളേജ് വെബ്സൈറ്റിൽ ആ ഒരു ഡേറ്റ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ചോദിക്കാം, ഒരു കുഴപ്പമില്ല. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പം ഒന്നാമത്തെ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾ പങ്കെടുത്തു, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഒരു കോളേജ് ലഭിച്ചു. രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് വന്നു. ആ ഒരു കുറച്ചുകൂടി ഹയർ ആയിട്ടൊരു കോളേജിൽ ലഭിക്കുന്ന സമയത്ത് കുറച്ചധികം ഫീസ് കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്ന അധിക തുകയും നിങ്ങൾ ഈ പറഞ്ഞ ടൈം ഫ്രെയിമിനുള്ളിൽ, അതായത് എഞ്ചിനീയറിംഗ് ഫാർമസിക്കാരാണെന്നുണ്ടെങ്കിൽ 27-ാം തീയതി വൈകുന്നേരം 2 മണിക്ക് മുമ്പായിട്ടും, ആർക്കിടെക്ചറുകാരാണെന്നുണ്ടെങ്കിൽ 24-ാം തീയതി വൈകുന്നേരം 2 മണിക്ക് മുമ്പായിട്ടും കൃത്യമായിട്ടും അടച്ചിരിക്കണം. പിന്നെ ഫീസ് പേയ്മെൻ്റ് ഒക്കെ സാധാരണ രീതിയിൽ ഓൺലൈനായിട്ടാണ് വരുന്നത്. പിന്നെ ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ വഴി അയക്കാം. അത് സാധാരണ രീതിയിൽ ആരും പ്രിഫർ ചെയ്യാറില്ല. ഓൺലൈൻ പേയ്മെൻറ്റ് തന്നെയാണ് മിക്കവരും പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞു, കോളേജിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് വേണം ഇതുപോലെ അഡ്മിഷൻ എടുക്കാനായിട്ട് പോകാനായിട്ടെന്ന് പറഞ്ഞിരുന്നു. അതായത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ ടെമ്പററി അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറയുന്നത് ആ ഒരു കോളേജിൽ തന്നെ സ്ഥിരമായിട്ട് തുടർന്ന് പഠിക്കാനുള്ളൊരു വില്ലിങ്ങോട് കൂടി അവിടെ അഡ്മിഷൻ എടുക്കുന്നതാണ്. ഇനി ടെമ്പററി അഡ്മിഷൻ എന്നുള്ള നിലയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിലേക്കും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിലേക്കും പങ്കെടുക്കാനായിട്ട് ഒരു താൽക്കാലിക അഡ്മിഷൻ ആ ഒരു കോളേജിൽ എടുക്കുന്നതിനെയാണ് ടെമ്പററി അഡ്മിഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പെർമനൻ്റ് ആയാലും ടെമ്പററി ആയാലും നിങ്ങൾ അഡ്മിഷൻ അവിടെ എടുത്തു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ കോളേജിൽ നമ്മൾ ചില പ്രത്യേക ഫീസുകൾ അടയ്ക്കേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾക്ക് പരിചയമുള്ളത് തന്നെ ആയിരിക്കും. അതായത് നമ്മുടെ PTA ഫീസ്, ബസ് ഫീസ്, അതുപോലെ തന്നെ കോഷൻ ഡെപ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എമൗണ്ട് നമ്മൾ ആ ഒരു കോളേജിൽ അടയ്ക്കേണ്ടതായിട്ട് വരും. അത് എല്ലാ കോളേജുകളിലും ചിലപ്പോൾ അടയ്ക്കേണ്ടതായിട്ട് വരില്ല, ചില കോളേജുകളിൽ അടയ്ക്കേണ്ടതായിട്ട് വരും. സോ അങ്ങനെ എന്തെങ്കിലും ചിലവുകൾ ആ ഒരു കോളേജിൽ നമ്മൾ അടയ്ക്കേണ്ടി വരുമോ, എത്ര രൂപ നമ്മൾ കരുതണം, എത്ര രൂപ നമ്മൾ കൈവശം കരുതിയിരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ആ ഒരു കോളേജിൽ വിളിച്ച് ചോദിച്ചാലായിരിക്കും ഏറ്റവും വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുക. സോ അതുകൊണ്ട് തന്നെ ഇക്കാര്യം കൂടി എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക.
ഇനി പറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ഒരു രേഖകളൊക്കെ സബ്മിറ്റ് ചെയ്ത് നിങ്ങളൊരു കോളേജിൽ അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു അഡ്മിഷനും ക്യാൻസലാവും. അതുപോലെ തന്നെ നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ടുള്ള ഹയർ ഓപ്ഷൻസ്, നിങ്ങളുടെ ഹയർ പ്രിഫറൻസ് ഓപ്ഷൻസും അവിടുന്ന് റദ്ദാവും. പിന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തവണ അഡ്മിഷൻ കിട്ടി എന്നുള്ളവർ തീർച്ചയായിട്ടും കോളേജുകളിൽ നേരിട്ട് പോയി ഹാജരായി അഡ്മിഷൻ നേടുക. അഡ്മിഷൻ നേടുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയാനുള്ള കാര്യമാണ്, നിങ്ങൾ ആ ഒരു കോളേജിലൊന്ന് വിളിച്ച് ചോദിക്കുക. അതിനുള്ള നമ്പർ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണും, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ കാണും. ആ ഒരു കോളേജിനെ ഒന്ന് കോൺടാക്ട് ചെയ്തതിന് ശേഷം അഡ്മിഷൻ എടുക്കാനായിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. സോ യു ആർ വാച്ചിങ് കേരള ടെക് വേൾഡ്, സൈനിങ് ഔട്ട്.